നമസ്കാരം. ഇന്ന് ജൂലൈ 17 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജഡീസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. ആകാശ് പ്രൈം എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യൻ ആർമി വളരെ വിജയകരമായി പരീക്ഷിച്ചു. പ്രസിഡന്റ് ദ്രൗപദി മുർമു കലിംഗരത്ന അവാർഡ് നൽകി ആദരിച്ചു. ധാന്യ കൃഷി യോജന ക്യാബിനറ്റിന്റെ അപ്രൂവൽ. ഇന്ത്യൻ വുമൺ ഹോക്കി പ്ലെയർ ആയിട്ടുള്ള ദീപിക പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് കരസ്ഥമാക്കി. ഇതേപോലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ആണ് ജഡീസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ജൂലൈ 17 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ആർമി സക്സസ്ഫുള്ളി ടെസ്റ്റ് ആകാശ് പ്രൈം എയർ ഡിഫൻസ് സിസ്റ്റം. ആകാശ് പ്രൈം വ്യോമ പ്രതിരോധ സംവിധാനം സൈന്യം വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ് ആകാശ് പ്രൈം. ഇത് എവിടെയാണ് ഇന്ത്യൻ ആർമി പരീക്ഷിച്ചിട്ടുള്ളത്? ഏത് ഹൈറ്റിലാണ് ഇന്ത്യൻ ആർമി ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്? ആകാശ് പ്രൈം എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ മിസൈലിന്റെ റേഞ്ച് എത്രയാണ്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 16 ഇന്ത്യൻ സൈന്യം ആകാശ് പ്രൈം സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണ്? ലഡാക്ക് എന്ന സ്ഥലത്താണ് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആകാശ് പ്രൈം സർഫേസ് ടു എയർ മിസൈലിന്റെ വിജയകരമായിട്ടുള്ള പരീക്ഷണം നടന്നിട്ടുള്ളത്. ജൂലൈ 16, അതായത് ഇന്നലെയായിരുന്നു. ലഡാക്ക് എന്ന സ്ഥലത്തായിരുന്നു. കൂടാതെ ആകാശ് പ്രൈം ഇതൊരു സർഫേസ് ടു എയർ മിസൈൽ ആണ്. 2025 ജൂലൈ 16 ലഡാക്കിൽ ഇന്ത്യൻ സൈന്യം ആകാശ് പ്രൈം സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം എത്ര ഉയരത്തിലാണ് വിജയകരമായി പരീക്ഷിച്ചത്? 15,000 ഫീറ്റ്, 15,000 അടി ഉയരത്തിലാണ് ഇന്ത്യൻ ആർമി ജൂലൈ 16 ആകാശ് പ്രൈം സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം വളരെ വിജയകരമായിട്ട് ആ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതായത് അത്രയും ഹൈറ്റിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു കോൾഡ് വെതറിൽ, ആ തണുപ്പുള്ള ആ ഒരു കാലാവസ്ഥയിൽ ഇത്തരത്തിലുള്ള മിസൈൽസ് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കും എന്നതിനുള്ള ഒരു പരീക്ഷണമായിരുന്നു ജൂലൈ 16 ഉണ്ടായിട്ടുള്ളത്. ആകാശ് പ്രൈം സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിന്റെ പരിധി എത്രയാണ്? 25 കിലോമീറ്റർ, 25 കിലോമീറ്റേഴ്സ് വരെ അതിന് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ് ആകാശ്. 2025 മെയ് 5 സൈന്യത്തിൽ ഉൾപ്പെടുത്തിയ ആകാശ് പ്രൈം സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം ആരാണ് രൂപകൽപ്പന ചെയ്തത്, വികസിപ്പിച്ചെടുത്തത്? DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ആകാശ് പ്രൈം സർഫേസ് ടു എയർ മിസൈൽ. ഇതിന്റെ വളരെ വിജയകരമായിട്ടുള്ള ആ ഡിസൈനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റും. 2015 മെയ് 5 ഇന്ത്യൻ ആർമി ആകാശ് പ്രൈം മിസൈൽ അത് ഇന്ത്യൻ ആർമിയുടെ ഭാഗമാക്കിയിട്ടുള്ളത്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണത് ഡിസൈൻ ചെയ്തിട്ടുള്ളതും. ആകാശ് പ്രൈം സർഫേസ് ടു എയർ മിസൈൽ ഇതിൻ്റെ പരീക്ഷണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ളത് ലഡാക്കിലാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രസിഡന്റ് മുർമു കൺഫേഴ്സ് കലിംഗരത്ന അവാർഡ് 2024 ടു ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാന് 2024 കലിംഗരത്ന അവാർഡ് പ്രസിഡന്റ് മുർമു സമ്മാനിച്ചു. ഏത് സംസ്ഥാനത്തിന്റെ ഒരു അവാർഡ് ആണ് കലിംഗരത്ന അവാർഡ്? ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ആരാണ്? ഏത് മിനിസ്റ്ററാണ്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 15 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു നൽകിയ കലിംഗരത്ന അവാർഡ് 2024 ആർക്കാണ് ലഭിച്ചത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. ഒഡീഷ സംസ്ഥാനത്തിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു അവാർഡ് ആണ് കലിംഗരത്ന അവാർഡ്. ഈ അവാർഡ് നൽകിയിട്ടുള്ളത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. ജൂലൈ 15 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ആണ് ഈ അവാർഡ് അന്ന് സ്വീകരിച്ചിട്ടുള്ളത്. 2025 ജൂലൈ 15 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു നൽകിയ സാഹിത്യ അവാർഡ് സരള സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? വിജയ് നായിക്. സരള സാഹിത്യ സെൻസദ് ആണ് കലിംഗരത്ന അവാർഡും ഒപ്പം തന്നെ സരള സമ്മാൻ എന്നീ 2 അവാർഡുകൾ നൽകുന്നത്. ഇതനുസരിച്ച് കലിംഗരത്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാനും അതുപോലെ തന്നെ വിജയ് നായിക് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള ഒഡീഷയിലെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള വിജയ് നായിക്കിനാണ് സരള സമ്മാൻ എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇത് ജൂലൈ 15 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു നൽകി ആദരിച്ചിട്ടുള്ളത്. ഏത് അവസരത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ കലിംഗരത്ന അവാർഡ് 2024 സമ്മാനിച്ചത്? ആദികവി സരളദാസിന്റെ ജന്മവാർഷിക ആഘോഷങ്ങൾ. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സരളദാസ. അദ്ദേഹത്തിന്റെ
പേരിലാണ് ഈ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 600ാമത്തെ ജന്മവാർഷികമാണ് ഈ കഴിഞ്ഞ ജൂലൈ 15-ാം തീയതി ആഘോഷിച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിലാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു കലിംഗരത്ന അവാർഡ് യൂണിയൻ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ ശ്രീ ധർമ്മേന്ദ്ര പ്രധാന് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിജയ് നായക് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള ഒഡീഷയുടെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള വിജയ് നായകിന് സരള സമ്മാൻ എന്ന അവാർഡ് നൽകിയിട്ടുള്ളത്. സരള മഹാഭാരതം, വിലങ്ക രാമായണം, ചാണ്ടി പുരാണം എന്നിവ രചിച്ച 15-ാം നൂറ്റാണ്ടിലെ ഒഡിയ കവിയും പണ്ഡിതനുമായ ആരാണ്? സരളദാസ. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനും ഒഡിയ പോയറ്റുമായിരുന്നു സരളദാസ. അദ്ദേഹത്തിന്റെ 600ാമത്തെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ഒരു ആഘോഷം നടന്നിട്ടുള്ളത്, അതായത് ജൂലൈ 15-ാം തീയതി. സരളദാസ രചിച്ച വളരെ പ്രധാനപ്പെട്ട ചില കൃതികളാണ് സരള മഹാഭാരതം, വിലങ്ക രാമായണം, ചാണ്ടി പുരാണം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ക്യാബിനറ്റ് അപ്രൂവ്സ് ധൻ ധാന്യ കൃഷി യോജന ടു എൻഹാൻസ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ധൻ ധാന്യ കൃഷി യോജനയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ധൻ ധാന്യ കൃഷി യോജന. ഇതിന്റെ അംഗീകാരം ലഭിച്ച കാര്യം നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ ഏത് തീയതിയിലാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന അംഗീകരിച്ചത്? 2025 ജൂലൈ 16. ജൂലൈ 16, അതായത് ഇന്നലെ ക്യാബിനറ്റ് അംഗീകരിച്ച ഒരു പുതിയൊരു സ്കീം ആണ് പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന. ഇത് കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ളത്. ധൻ ധാന്യ കൃഷി യോജന 24,000 crore rupees ആണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എത്ര വർഷത്തേക്ക് കേന്ദ്രമന്ത്രിസഭ 2025 ജൂലൈ 16 അംഗീകരിച്ചു? 6 വർഷം. 6 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കീം ആണ്, ഒരു യോജന എന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചിട്ടുള്ള ആ ഒരു ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ളത്. പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന 24,000 crores എമൗണ്ട് ആണ് ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നത്. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന രൂപീകരിക്കുന്നതിന് നിലവിലുള്ള എത്ര പദ്ധതികൾ ലയിപ്പിച്ചു? 36 പദ്ധതികൾ. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന 36 സ്കീംസ് ആണ് ഇതിനുവേണ്ടി, അതായത് പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജനയ്ക്ക് വേണ്ടി ലയിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീക്കമാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രൊജക്റ്റ് കൃഷിയെ ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്യുന്നത്. എത്ര ജില്ലകൾക്കായി പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന 2025 ജൂലൈ 16 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു? 100 ജില്ലകൾ. തുടക്കത്തിൽ തന്നെ ഇപ്പോൾ 100 ഡിസ്ട്രിക്ട്സിനെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതായത് ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജനയ്ക്ക് വേണ്ടി 6 വർഷത്തേക്ക് 24,000 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഏതൊക്കെ ജില്ലകളിലാണ് നടപ്പിലാക്കുക? കുറഞ്ഞ കാർഷിക ഉൽപാദനക്ഷമത, കുറഞ്ഞ വിളവ് തീവ്രത, പരിമിതമായ വായ്പ ലഭ്യത എന്നിവയുള്ള ജില്ലകൾ. അതായത് ഇന്ത്യയിലെ 100 ഡിസ്ട്രിക്ട്സ്, ആ ഡിസ്ട്രിക്ട്സിൽ കുറഞ്ഞ കാർഷിക ഉൽപാദനക്ഷമതയുള്ള ഡിസ്ട്രിക്റ്റും കുറഞ്ഞ വിളവ് തീവ്രത ഉള്ള ആ ഒരു ജില്ലകളും കൂടാതെ പരിമിതമായിട്ടുള്ള വായ്പ ലഭ്യത ഉള്ള ജില്ലകളിലാണ് ഇത്തരത്തിലുള്ള, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 36 സ്കീംസിനെ ലയിപ്പിച്ചുകൊണ്ടുള്ള പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അപ്രൂവൽ ആണിപ്പോൾ നൽകിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യൻ വുമൻസ് ഹോക്കി ഫോർവേഡ് ദീപിക ഹാസ് വൺ ദി പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് 2024-25. ഇന്ത്യൻ വനിതാ ഹോക്കി ഫോർവേഡ് ദീപിക 2024-25 പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് നേടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്, സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. FIH ഹോക്കി പ്രോ ലീഗിൽ 2024-25 പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് നേടിയ ഇന്ത്യൻ ഹോക്കി കളിക്കാരന്റെ പേര് ദീപിക. 2024-25 FIH ഹോളി പ്രോ ലീഗിൽ നടന്നിട്ടുള്ള ഒരു അവാർഡ് ആണ് പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ്. ഈ അവാർഡ് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഹോക്കി താരമായിട്ടുള്ള ദീപികയ്ക്കാണ്. 2024-25 പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് നേടാൻ ദീപികയെ പ്രേരിപ്പിച്ച ഒരു അത്ഭുതകരമായ സോളോ ഗോൾ ഏത് ടീമിനെതിരെയാണ് നേടിയത്? നെതർലാൻഡ്സിന് എതിരെയുള്ള
വളരെ ഒരു സ്പെക്ടാക്കുലർ ഗോൾ എന്ന് പറയാം. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഗോൾ ആണ് ദീപികയെ ഈ ഒരു അവാർഡ് ലഭിക്കാൻ കാരണമായിട്ടുള്ളത്. ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത് FIH ഹോക്കി പ്രോ ലീഗിൽ ആണ്. ഹോക്കി ഇന്റർനാഷണൽ ഫെഡറേഷൻ ആണ് FIH. ഇന്റർനാഷണൽ ഫെഡറേഷന്റെ ഹോക്കി പ്രോ ലീഗിലാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് ആരാണ് തീരുമാനിക്കുന്നത്? ലോകമെമ്പാടുമുള്ള ആരാധകർ. ഇതൊരു ഓഡിയൻസ് പോൾ അല്ലെങ്കിൽ ഫാൻസ് വേൾഡ് വൈഡ് എടുക്കുന്ന തീരുമാനമാണ് ആർക്ക് ഈ അവാർഡ് ലഭിക്കണമെന്ന്. ഇതനുസരിച്ച് ഇന്ത്യയുടെ നെതർലാൻഡ്സ് ആയിട്ടുള്ള ഒരു മത്സരത്തിലാണ് ഒരൊറ്റ ഗോൾ, പക്ഷെ ആ ഗോൾ വളരെ ഭംഗിയുള്ള അതുപോലെ തന്നെ വളരെ ആശ്ചര്യമായിട്ടുള്ള ഒരു ഗോൾ ആയിരുന്നു. അതുകൊണ്ടാണ് ദീപികയ്ക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്, അതായത് പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഒരു ഇന്റർനാഷണൽ ന്യൂസ് ഹെഡിംഗ് ആണ്, അതായത് ഇസ്രായേൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് DROR-1 ലോഞ്ച്ഡ്. ഇസ്രായേലിന്റെ ഏറ്റവും നൂതനമായ ആശയവിനിമയ ഉപഗ്രഹമായ DROR-1 വിക്ഷേപിച്ചു. ഏത് ലോഞ്ച് പാഡിൽ നിന്നാണ് ഇസ്രായേൽ ഈ ഒരു അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. DROR-1 ജിയോ സ്റ്റേഷനറി ഉപഗ്രഹം 2025 ജൂലൈ 13 ഏത് ബഹിരാകാശ ഏജൻസിയാണ് വിക്ഷേപിച്ചത്? ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ്. IAI എന്നറിയപ്പെടുന്ന ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് DROR-1 ജിയോ സ്റ്റേഷനറി ഉപഗ്രഹം 2025 ജൂലൈ 13 വിക്ഷേപിച്ചിട്ടുള്ളത്. ജിയോ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഒരു നിശ്ചിത ഓർബിറ്റിലൂടെ മാത്രം വലം വയ്ക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ് ജിയോ സ്റ്റേഷനറി. ഭൂമി കറങ്ങുന്ന അനുസരിച്ച് തന്നെ ഈ സാറ്റലൈറ്റും അതേ സ്പീഡിൽ തന്നെ കറങ്ങുന്ന ലെവലിൽ ഒന്നാണ് DROR-1 എന്ന ജിയോ സ്റ്റേഷനറി ഉപഗ്രഹം. ഇതൊരു ഓർബിറ്റിന്റെ സർക്കുലർ പാത്ത് വഴി കറങ്ങുന്ന ഒരു ഉപഗ്രഹമാണ്. 2025 ജൂലൈ 13 DROR-1 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ വിക്ഷേപണ വാഹനം ഏതാണ്? സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ്. യുഎസിന്റെ സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് ആണ് ജൂലൈ 13 DROR-1 എന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ജിയോ സ്റ്റേഷനറി ഉപഗ്രഹം ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ DROR-1 ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഏത് വിക്ഷേപണ പാഡാണ് ഉപയോഗിച്ചത്? കേപ്പ് കാനവറൽ, ഫ്ലോറിഡ, USA. യുഎസിലെ ഫ്ലോറിഡയിലുള്ള കേപ്പ് കാനവറൽ എന്ന ഒരു ലോഞ്ച് പാഡ് ആണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലോഞ്ച് പാഡ് ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലുള്ള ലോഞ്ച് പാഡ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, നാഷണൽ സുവോളജിക്കൽ പാർക്ക് ഒബ്സർവ്സ് വേൾഡ് സ്നേക്ക് ഡേ. നാഷണൽ സുവോളജിക്കൽ പാർക്ക് ലോക പാമ്പ് ദിനം ആചരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോക പാമ്പ് ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ജൂലൈ 16. എല്ലാ വർഷവും ജൂലൈ 16 വേൾഡ് സ്നേക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ പ്രാവശ്യം ഇത് വേൾഡ് സ്നേക്ക് ഡേ ജൂലൈ 16 ആഘോഷിച്ചു. ഇന്ത്യയിൽ നാഷണൽ സുവോളജിക്കൽ പാർക്കിന്റെ അണ്ടറിലാണ് ഈ ഒരു ദിനം ആചരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ വിഷമില്ലാത്ത പാമ്പുകളുടെ ശതമാനം എത്രയാണ്? 75%. ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 75%-ഓളം പാമ്പുകൾക്ക് വിഷമില്ല. കേവലം 25% പാമ്പാണ് ഇന്ന് ഇന്ത്യയിൽ വിഷമുള്ള പാമ്പുകൾ. ഇന്ത്യയിൽ എത്ര തരം പാമ്പുകളുണ്ട്? ഏകദേശം 300 ഇനം. ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം 300 ഇനം പാമ്പുകളുണ്ട്. അതിൽ 75% നോൺ വെനമസ് ആണ്, അതായത് വിഷമില്ലാത്ത പാമ്പുകളാണ്. എന്നാൽ ലോകത്ത് ഇപ്പോൾ പറയുമ്പോൾ ഏതാണ്ട് 3971 പാമ്പാണുള്ളത്. ഇതിൽ ഏതാണ്ട് 600ഓളം പാമ്പുകൾ വളരെ വിഷമുള്ള പാമ്പുകളാണ്. ബാക്കി വരുന്ന പാമ്പുകൾക്ക് വിഷമില്ലാത്ത തരം പാമ്പുകളാണ്. 3971 സ്നേക്സ് ആണ്, പാമ്പുകളാണ് ഇന്നിപ്പോൾ ലോകമെമ്പാടും ഉള്ളത്, അന്റാർട്ടിക്ക ഒഴിച്ച്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.